sure that the long sufferings, all the difficulties faced by the people of Munambam can be brought to a logical conclusion. I have come here with a commitment. So I share your problems and the difficulties you have faced. This is my first visit to Munambam. But I know already about the stories, about the issues, and about all other problems you have faced. So the place is not new in terms of understanding your problem. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇനി മുൻപത്ത് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ അവകാശങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദീർഘകാലമായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പു തരുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് എത്തുന്നത് എങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ച് പുതിയതല്ല, എനിക്ക് ദീർഘകാലമായി അറിയുന്നത് തന്നെയാണ്. People of Munambam are very simple people. The fishing community, the villagers, you all are very hard-working people. Because of no fault of yours, you have not committed any mistakes. You have not done anything wrong. But because of certain situation, you had to endure so much of pains and agony. You had to struggle so much. On behalf of the government of India, on behalf of the Prime Minister Narendra Modi, today I have come here to not only share your difficulties and pains, but also to look forward to settle, to help you, and also to ensure that you do not face such problems in future again. ഈ മുനമ്പത്തെ ജനങ്ങൾ സാധാരണ മനുഷ്യരാണ്, മത്സ്യത്തൊഴിലാളികളാണ്, കഠിനാധ്വാനികളാണ്, ഗ്രാമീണരാണ്. എനിക്കറിയാം നിങ്ങൾ ഇവിടെ അനുഭവിച്ചു വരുന്ന കുഴപ്പങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായതല്ല. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നത് നിങ്ങളുടെ വേദന പങ്കുവെക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നത്തെ ദീർഘകാലത്തേക്ക് വേണ്ടി പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പു നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. I want to remind the people of Munambam, India is the largest democracy. We are having a leader who understands the problems, the situation, the difficulties. So I can assure you with one line, if there is a problem faced by the people of Munambam, the name of your answer, the solution to the problem is Narendra Modi. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതം ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. നമുക്കിന്ന് വലിയ ഒരു നേതാവുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ, അതിന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് ഇന്ന് നമുക്കുണ്ട്. മുനമ്പത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമാണ് ശ്രീമാൻ നരേന്ദ്രമോദി. We are a secular nation. In India we have Hindus, Muslims, Christians, Sikhs, Buddhists, Parsis, Jains. We must have laws which treats equal. We must have provisions which should take care of everybody. But unfortunately in our country there was one law, the Waqf bill, which we have changed.
This law, the Waqf Act, which was in existence in India, had given uncontrolled, unprecedented power to the Waqf board to declare any land as Waqf property. We have finished that provision. From now onwards, nobody can claim any property and land as Waqf property. നമ്മുടെ നാട് ഒരു മതേതര രാജ്യമാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകളും ജൈനന്മാരും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്നതിന് ആവശ്യമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിയമവും നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് വിവേചനം നിലനിൽക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അതായിരുന്നു വഖഫ് നിയമം. പക്ഷേ ആ നിയമം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് മാറ്റിയിരിക്കുകയാണ്. വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരം, മുൻപ് ഒരു സംവിധാനത്തിന് കിട്ടാത്ത രീതിയിലുള്ള അനിയന്ത്രിതമായ അധികാരമുള്ള ഒരു ബോഡിയായിരുന്നു വഖഫ് എന്നുള്ളത്. അവർക്ക് ഏത് ഭൂമിയും ആരുടേതും ഏതു സമയത്തും ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷേ അഭിമാനത്തോടുകൂടി പറയട്ടെ, നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. Dear brothers and sisters, when we were changing the draconian provision in the Waqf Act, our government was accused of being anti-Muslim. Let me tell you very openly, we are not against Muslim community. We are not against Islam. We are not against anybody. But we will do everything to give justice to the people. When we brought the amendment bill to change the provisions in the Waqf Act of 1995, I had made personal appeal to all the members of parliament, Congress party, the Communist party, all MPs. I have told them, in India there are lakhs and lakhs of people who are suffering. Not only people of Munambam, there are many more people in the country who are suffering because of the arbitrary conduct of the state Waqf boards. They have claimed villages after villages. They have claimed even municipal corporation building. The Waqf boards have declared ancient villages as the Waqf properties without any check and balance. How can a secular country in India give such uncontrolled power to Waqf board? It must change. This kind of provision is not allowed by the Constitution of India, because we all are a citizen of this country. Everybody must be treated equally. We are not against Islam or we are not against Muslim, but we are for justice for everyone. That is why we brought the Waqf Amendment Bill 2025 to change the draconian provisions which were in existence. When we were drafting the bill, the issues of Munambam was in our mind. Let me assure you once again, my brothers and sisters of Munambam, you are living in our heart, and we will not take rest until you get back your land. മുനമ്പത്തെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്ന രാക്ഷസീയമായ ചില വകുപ്പുകൾ ഞങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് മുസ്ലിം വിരുദ്ധർ എന്നായിരുന്നു. ഞങ്ങൾ പക്ഷേ പറയുന്നു, ഞങ്ങൾ മുസ്ലിമിനെതിരല്ല, ഇസ്ലാമിനെതിരല്ല, ഞങ്ങൾ ആർക്കും എതിരല്ല. എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുന്നതിനാവശ്യമായ നിയമ ഭേദഗതികളാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് നടപ്പാക്കിയത്. പക്ഷേ പാർലമെന്റിൽ ഈ നിയമം അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസുകാരും CPIM-കാരും മറ്റെല്ലാ MP-മാരും ഭാരതീയ ജനതാ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഈ രാജ്യത്ത് വഖഫ് നിയമത്തിന്റെ രാക്ഷസീയമായ ഇടപെടൽ കൊണ്ട് യാതന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുഖമായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ മുനമ്പത്തെ ജനങ്ങൾ മാത്രമായിരുന്നില്ല, ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ ഈ വഖഫ് നിയമത്തിന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഉഴലുന്നുണ്ടായിരുന്നു. നമ്മുടെ സർക്കാരിന്റെ കെട്ടിടങ്ങൾ പൗരാണികമായ നാഗരികമായ കെട്ടിടങ്ങൾ